ചേച്ചി ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഭാനു അവിടെ പോയതാ? അടുക്കളയിലായിരിക്കും. നോക്കാം. എല്ലാരും ഉണ്ടല്ലോ. ഇന്നും കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. ചേച്ചിക്ക് അന്നത്തെ ഓർമ്മയാ. ചേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട. ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങള് വെറുതെ ഭാൻ ചേച്ചി ഒന്ന് കാണാൻ വന്നതാ. ഞാൻ വിചാരിച്ചു നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നതായിരിക്കും. എനിക്കാണേ നല്ല ദാഹം. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ എടുത്തോണ്ട് വരാം. നിങ്ങൾ സംസാരിക്കും. പാവം കുട്ടി. വീട്ടിൽ അവൾ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. ഞാൻ എന്തേലും പറഞ്ഞാ പറയും, ചേച്ചി ഈ വയസ്സുകാലത്ത് അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരിക്കാൻ, ഞങ്ങൾ ചെറുപ്പക്കാരികൾ ജോലി ചെയ്തോളാന്ന്. പിന്നെ അവൾ എന്നെ അടുക്കളയിലോട്ട് കയറ്റത്തേ ഇല്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവൾ അത്ര മിണ്ടാപ്രാണിയൊന്നും അല്ല. ചിലപ്പോ അവൾ എല്ലാം മറന്ന് തമാശകളൊക്കെ പറയും. എനിക്കതൊക്കെ കേൾക്കുമ്പോ അത്ഭുതമാ. അവൾക്ക് അതിനൊക്കെ കഴിയുന്നുണ്ടല്ലോ. അവളുടെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അസുഖത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം. ചിലപ്പോ തലവേദന വരും, പിന്നെ അങ്ങ് ഭയങ്കര വേദനയാ. ഞാൻ നിർബന്ധിച്ച് പോയി കിടക്കാൻ പറയും. ചൂട് കഞ്ഞിവെള്ളം കുടിച്ചു കഴിയുമ്പം അതങ്ങ് കുറയും. മറിയാമ്മ ചേച്ചി എന്താ പറയുന്നത്? നിന്നെ കുറിച്ച് പറയുമായിരുന്നു. എന്ത്? ഒരു സമയം അടങ്ങി ഒതുങ്ങി ഇരിക്കില്ലാന്ന്. ഇവള് വന്ന പിന്നെ ഞാൻ എന്റെ അടുക്കള കയറിയിട്ടില്ല, എന്നെ കയറ്റിയിട്ടില്ല. എല്ലാം റെഡിയാകുമ്പോ ഞാൻ വിളിക്കാം, പോയി കിടന്നോളാൻ പറയും. അപ്പൊ പിന്നെ മറിയാമ്മ ചേട്ടത്തിക്കവിടെ പണിയൊന്നും കാണില്ലല്ലോ. ഞാൻ എന്നാ ചെയ്യാനാ മോളെ? ഇച്ചായം പിന്നെ പറമ്പിൽ എന്തേലും ജോലി ചെയ്യുന്നുണ്ടാവും. അവിടെ പോയി ഞാനും എന്തേലും ചെയ്യും. അന്നേരം 11 മണിയാകുമ്പം ഒരാള് കപ്പ കാന്താരി അരച്ചതുമായിട്ട് വരും. അതിനും അച്ചായന്റെ കയ്യിൽ നിന്ന് എനിക്ക് കണക്കിന് വഴക്ക് കിട്ടും. ഈ വയ്യാത്ത കൊച്ചിനെ കൊണ്ടാണോ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ച്. പക്ഷേ ഇത്താപ്പരിച്ചേട്ടന് വലിയ ഇഷ്ടമാണല്ലോ ഞാൻ ഉണ്ടാക്കുന്ന കപ്പയും ചമ്മന്തിയും. എന്നാ പിന്നെ കുറച്ച് കപ്പയും ചമ്മന്തി ഇങ്ങോട്ടേക്കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ശരിയോ? ആലോചിച്ചിട്ടാണെങ്കിൽ വായിൽ വെള്ളം ഊറുന്നു. നമുക്കൊരു ദിവസം കുറച്ച് കപ്പ മേടിച്ച് ഇവിടെ വെച്ച് എല്ലാവർക്കും കൂടി കഴിക്കാം. ശരിയാ. ശ്രീകുട്ടിക്കാണേലും അത് ഭയങ്കര ഇഷ്ടാ. പറഞ്ഞതുപോലെ ശ്രീകുട്ടി കോളേജിൽ പോയോ? പോയി. അതിന്റെ ടെൻഷനിലാ ഞാൻ. നീ ഇനി അതോർത്ത് വേവലാതിപ്പെടുകയൊന്നും വേണ്ട. ശ്രീകുട്ടിക്ക് ഇനി ഒരു കുഴപ്പവും വരില്ല. എന്ത് കുഴപ്പം വരാനാ? ഒരസുഖം വന്നു, അതിപ്പോ മാറിയില്ലേ? എന്നാലും തിരിച്ചു വരണത് വരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. മരുന്നൊക്കെ തീർന്നു ചേച്ചി? അതോ ഇപ്പോഴും ഉണ്ടോ? ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരു ഗുളികയുണ്ട്, അത് കഴിക്കുമെന്തോ. അതിനെന്തെങ്കിലും ആഹാരം കഴിക്കണ്ടേ? ഒരു വക കഴിക്കില്ല. ഞാൻ വാരി കൊടുത്ത 2 ഉരുള കഴിക്കും. അതൊക്കെ ശരിയാവും ചേച്ചി. ഈ മരുന്നൊക്കെ കഴിക്കുന്നോണ്ട് വിശപ്പൊന്നും തോന്നില്ല. കുറച്ചുനാൾ കഴിയുമ്പോ വിശപ്പൊക്കെ താനേ വരും. നീ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നിൽക്കുന്നത് റിസ്ക് അല്ലേ നവീൻ? എന്ത് റിസ്ക് അങ്കിൾ? ശ്രീദേവിക്ക് വേണ്ടി ഞാൻ എന്ത് റിസ്ക് കൊടുക്കും? ശ്രീദേവി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ജെനുവിനായിട്ട് നീങ്ങൂടാ? ഞാൻ ജെനുവിനാങ്കിളെ, അങ്കിളിന് തോന്നുന്നില്ലേ? ശ്രീദേവി എന്ന് പറയുന്ന കുട്ടി നീ കരുതുന്നത് പോലെ ഒരു കുട്ടിയല്ല. നിന്റെ ജീവിതത്തിൽ നീ പല പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ടാവും. അവരോട് തോന്നുന്ന ഒരു വികാരം ഈ കുട്ടിയോട് തോന്നിയിട്ട് അത് ജെനുവിനാണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. നാട്ടും പുറത്ത് വളർന്ന ഒരു നാടൻ പെൺകുട്ടിയാ അത്. ഒന്നുകിൽ അതിനെ കടത്തി കൊണ്ടുപോവാം, മാഡം പറഞ്ഞ പോലെ പകരം വീട്ടുക. പക്ഷേ അതിൽ റിസ്ക് കൂടുതലാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തെ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ശ്രീദേവി ചതിക്കില്ല അങ്കിൾ. ഞാൻ എന്നും അവളെ എൻ്റെ കൂടെ നിർത്തും. നീ അവളെ കല്യാണം കഴിക്കൂ? കൂടെ നിർത്താൻ എന്തിനാ അങ്കിളെ കല്യാണം കഴിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ഈ കല്യാണം എന്ന് വെച്ചാ? 2 മാലയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതോ? അതോ ഒരു ചരടെടുത്ത് കഴുത്തി കെട്ടുന്നതോ? ഇതൊക്കെയാണ് കല്യാണമെങ്കിൽ ഞാൻ ചെയ്യാം. എത്ര മാല വേണമെങ്കിലും.
ശ്രീദേവിയുടെ കഴുത്തിലിടാം. എത്ര ചരട് വേണമെങ്കിലും കേട്ടോ. മോനെ നവീനെ, ഇതൊക്കെ നിന്റെ കുഴപ്പമല്ല, നിന്നെ വളർത്തിയതിന്റെ കുഴപ്പമാണ്. നീ കണ്ടിട്ടുള്ളത് ഊട്ടിയിലെ പണച്ചാക്കുകളുടെ മക്കളെയാണ്. പണക്കൊഴുപ്പിന്റെ അഹങ്കാരം കൊണ്ട് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിലൂടെ ബോയ് ഫ്രണ്ടിനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ നീ കണ്ടിട്ടുള്ളൂ. അതല്ലടാ ജീവിതം. നീ പറയുന്ന ജീവിതത്തിന്റെ പേര് ലിവിങ് ടുഗദർ എന്നാണ്. അതിന് ശ്രീദേവി പോലൊരു പെൺകുട്ടി ആപ്റ്റല്ല. എന്തുകൊണ്ട് ആപ്റ്റല്ല? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്കിള് പറഞ്ഞതുപോലെ എന്നെ വളർത്തിയ രീതി കൊണ്ട് തന്നെയാ. ചെറുപ്പത്തിലെ മമ്മി എന്നെ ബോർഡിങ്ങിലാക്കി. എന്തിനാ? എന്നെ നല്ലതായി പഠിപ്പിക്കാനൊന്നുമല്ല, മമ്മിക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ. ആ ബന്ധം 1 മാസം നിന്നുള്ളൂ. കുറച്ചുനാൾ കഴിഞ്ഞ് മമ്മി വീണ്ടും വിവാഹം കഴിച്ചു. ആ ബന്ധം ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. മമ്മി പിന്നെ വിവാഹം കഴിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി പിന്നീട് ഒന്നും തന്നെ ചോദിച്ചിട്ടുമില്ല. ഇങ്ങനെ വളർത്തിയ ഞാൻ പിന്നെ എങ്ങനെ ആവണം? ഓരോരുത്തർക്കും ഓരോ ജീവിതം പറഞ്ഞിട്ടുണ്ട് നവീൻ. അതങ്ങനെ നടക്കൂ. വെറുതെ ആണെങ്കിലും നല്ലവനായി അഭിനയിച്ച് ശ്രീദേവിയുടെ കൂടെ നടന്ന കുറേ ദിവസങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ മിസ് ചെയ്യുന്നു അങ്കിൾ. പിന്നെ നീ എന്തിനാ ആ കൊച്ചിൻ്റെ അടുത്ത് ഈ തെണ്ടിത്തരം കാണിച്ചേ? ഇനി നീ എന്തൊക്കെ വിചാരിച്ചാലും മനസ്സോടെ ആ കൊച്ചു നിന്റെ കൂടെ വരില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ ചെയ്യുന്ന എന്നെ തുറന്നു ചെയ്യുക, ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക, നിന്റെ ആഗ്രഹം നടത്തുക. ആ കൊച്ചിന്റെ സമ്മതത്തോടെ ആണെങ്കിൽ അങ്ങനെ, അല്ലാതാണെങ്കിൽ അങ്ങനെ. അതല്ലാതെ വേറൊരു വഴിയില്ലേ? ഒരു വഴി ഞാൻ കാണുന്നില്ല. നിനക്ക് അവസരം ഉണ്ടായിരുന്നു. നീ വിളിച്ച നിന്റെ കൂടെ ആ കൊച്ചി എവിടെ വേണമെങ്കിലും വന്നനെ. പക്ഷേ നിനക്കതിനുള്ള ക്ഷമയില്ലാതായി. അല്ലായിരുന്നെങ്കിൽ ആ കൊച്ചി നിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകില്ലായിരുന്നു. ഇനി ഞാൻ എങ്ങനെ അവളുടെ അടുത്ത് ചെല്ലും? അത് പറ. അത് പറയായിരിക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ ആ കൊച്ചിന്റെ വീട്ടിലോട്ട് ചെല്ലുക, കാര്യം പറയുക, സമ്മതത്തോടെ ഇല്ലാതെയോ കാര്യം നടത്തുക. അതൊക്കെ നിന്റെ വിടുക്ക്. അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? ആകില്ലെന്ന് ചോദിച്ചാ ചിലപ്പോ ആകും. അത് നേരിടണം. എല്ലാം കൂടെ പറ്റുമോ? ആ കൊച്ചിനെയും വേണം, പ്രശ്നമാവുകയും ചെയ്യരുത്. ഒരു റിസ്ക് എടുക്ക്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യത്തിനല്ലേ? അപ്പൊ ഞാൻ അറിഞ്ഞ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ. മോനെ, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ദിവസമായി. എന്താ അമ്മേ? പറഞ്ഞു. പണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ മനസ്താപം കൊണ്ട് പറയാന്ന് കുട്ടിക്കോ. അന്ന് എന്റെ പിടിവാശി കൊണ്ട് നിന്റെ മനസ്സെനിക്ക് കാണാൻ പറ്റാതെ പോയി. പണ്ട് എന്ത് പിടിവാശി അമ്മ കാണിച്ചത്? ആരുടെയും തുണിയില്ലാതെ അമ്മ എന്നെ ഒറ്റയ്ക്ക് വളർത്തുമ്പോൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ എനിക്കൊരു പിടിവാശിയായി തോന്നിയിട്ടില്ല അമ്മേ. നിന്റെ നല്ലതിനു വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അമ്മയ്ക്ക് ചെറിയൊരു പിഴവ് പറ്റുമെന്ന് ഒരു സംശയം. എന്ത് കാര്യത്തില്? അന്ന് നീ ഭാനുമതിയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് അയഞ്ഞു തരാമായിരുന്നു. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മകന് നല്ലൊരു ബന്ധം. അതൊരു വലിയ വീട്ടിൽ നിന്നാകണമെന്ന് ചിന്തിച്ചത് എൻ്റെ ഒരു മോശം പിടിവാശിയായിപ്പോയി. അമ്മ അന്ന് അങ്ങനെ ചിന്തിച്ചതിൽ ഒരു തെറ്റുമില്ലായിരുന്നു. അന്ന് അതായിരുന്നു ശരി. പക്ഷേ ഇന്നിപ്പോ അതൊരു വലിയ തെറ്റായിട്ടാ മോനെ തോന്നുന്നത്. അമ്മ എന്തിനെപ്പറ്റി ആലോചിച്ചിട്ടാ ഇങ്ങനെ വിഷമിക്കുന്നത്?
ഭാനുമതിയും മകളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ല. അമ്മ എന്ന അഞ്ജനയുടെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം അമ്മ പറയുമ്പോൾ ഞാൻ വീണ്ടും ഒഴിഞ്ഞു മാറുകയാണെന്ന് അമ്മയ്ക്ക് തോന്നരുത്. അമ്മയുടെ ഈ ആഗ്രഹം നടത്തി തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ ഈ ആഗ്രഹം നടത്തി തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ആരും തുണയില്ലാതെ ആ അമ്മയും മകളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് നീ കാണുന്നതല്ലേ? ഒരു പെൺകുട്ടിയല്ലേ ഭാനുമതിക്ക് വളർന്നു വരുന്നത്. ഇനി എന്തൊക്കെ ചെലവുകളാ ആ കുടുംബത്തിൽ വരാൻ പോകുന്നത്. ഭാനുമതിക്ക് ഒറ്റയ്ക്ക് കഴിയും മോനെ ഇതൊക്കെ? അമ്മ പറഞ്ഞ കാര്യത്തില് തീരെ താല്പര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിൽ ഞാൻ കുഴിച്ചു മൂടിയ പണ്ടെങ്ങോ തോന്നിയ ആഗ്രഹം ഭാനുമതിയെ വീണ്ടും കണ്ടപ്പോൾ ചെറുതായി പൊന്തി വന്നെന്നുള്ള സത്യമാണ്. പക്ഷേ ഭാനുമതി എനിക്കറിയാം, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ ഒരു ചാൻസും കാണുന്നില്ല. ഞാൻ ചോദിച്ചാൽ അവരുടെ മുമ്പിൽ ഞാൻ ചെറുതാകുകയുള്ളൂ. നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭാനുമതിയെ പോലൊരു സ്ത്രീ മനസ്സിലുള്ളത് പുറമേ കാട്ടാൻ മടിക്കും. മോനെ, നീ ഒന്നും പറഞ്ഞില്ല. ഭാനുമതിയോട് ഇപ്പൊ സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടെന്ന്. പക്ഷേ നീയൊന്ന് കണ്ട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അന്ന് ഭാനുമതി അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ മുൻവിധിയോടെ നീ ഇപ്പോഴും ആ കുട്ടിയെ സമീപിച്ച പിന്നീട് ചിലപ്പോൾ തോന്നും തെറ്റായിപ്പോയെന്ന്. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും തിരുത്താൻ പറ്റാതായി വരും, അഞ്ജനയുടെ കാര്യം പോലെ. പക്ഷെ ഭാനുമതിക്ക് ഇപ്പോൾ പ്രായമായൊരു മകളുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാര്യം ഭാര്യമാരോട് ആവശ്യപ്പെട്ട ആ കുട്ടി എന്ന് വിചാരിക്കും. എന്നോട് വലിയ ഇഷ്ടത്തോടും ബഹുമാനത്തോടെയാ ശ്രീദേവി പെരുമാറുന്നത്. ആ കുട്ടിയെ മനസ്സിൽ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു പറ്റാത്ത ഒരു പാപിയെ മാനായി പോയില്ലോ ഞാൻ. നിന്നെ ധർമ്മസങ്കടത്തിലാക്കാൻ പറഞ്ഞതല്ല ഞാൻ. അതിലൊരു തെറ്റും എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാ പറഞ്ഞത്. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ഭാനുമതിയെ കാണാൻ പോവാം. അമ്മ പറഞ്ഞ കാര്യം സംസാരിക്കാം. അമ്മ പറഞ്ഞ പോലെ അഞ്ജനയുടെ കാര്യത്തിൽ പറ്റിയ തെറ്റ് ഭാനുവിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൂടാ. എന്റെ ഓർമ്മയില് നീ നന്മകളെ ചെയ്തിട്ടുള്ളൂ. അത് ദൈവം കാണാതെ പോകില്ല. നിന്റെ ആഗ്രഹം എല്ലാം നടക്കും. അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഇതുവരെ തോന്നാത്ത ആത്മവിശ്വാസമൊക്കെ തോന്നുക. ഞാൻ വിളിക്കാം, ഭാനുമതിയും മോളെയും ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. എനിക്ക് ഉറപ്പുണ്ട് മോനെ, അവള് വരും. ഭാനുമതിയും മകളും അത് ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീദേവി, എന്നെ സ്വപ്നം കണ്ടിരിക്കുവാണോ? നവീൻ പ്ലീസ് നോക്കണ്ട. അമ്മ പുറത്തേക്ക് പോകുന്ന കണ്ടിട്ട് തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ട് കയറിയത്. ഞാൻ ശ്രീദേവിയെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, ഒരിക്കലുമില്ല. ഞാൻ എന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന കുട്ടിയാ ശ്രീദേവി. നവീൻ കരുതുന്ന പോലത്തെ ഒരു പെൺകുട്ടി അല്ല ഞാൻ. നവീൻ പറയുന്നത് പോലൊക്കെ എന്നെ കൊണ്ടാവില്ല. അപ്പോ
ഞാൻ മാത്രം കണ്ടിട്ടുള്ള ശ്രീദേവിയുടെ ആ രൂപം ലോകം മുഴുവൻ കാണട്ടെന്നാണോ? നവീൻ പ്ലീസ്, എന്റെ ജീവിതം വെച്ചാ നവീൻ കളിക്കുന്നത്. എന്നെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അത് ശ്രീദേവിയുടെ മുന്നിൽ വെച്ച് ഞാൻ നശിപ്പിച്ച് കളയാം. പക്ഷേ ശ്രീദേവി എനിക്ക് ഭാനുമതി, ശ്രീദേവിയുടെ അമ്മ. ഈ സൗന്ദര്യ ശ്രീദേവിക്ക് കിട്ടിയിരിക്കുന്നത്. സർ, അതിരകാവിലൊരു മർഡർ നടന്നു. എവിടെ? ജംഗ്ഷൻ അടുത്ത്. ആ ഭാനുമതിയുടെ വീട്ടിലാ. ഭാനുമതിയുടെ വീട്ടിലോ? കൊല ചെയ്യപ്പെട്ടത് നവീൻ എന്ന പയ്യനാ. ഭാനുമതി അത് ചെയ്തത്. അവര് ചെയ്തു പോകൂടോ? അത്രയ്ക്ക് അവരെ ദ്രോഹിച്ചിട്ടുണ്ട്. കനകത്തിന് സമാധാനമായി കാണും മോനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ. ആ ചെറുക്കനോട് അന്നേ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ടെന്ന്. അന്ന് അവൻ കേട്ടില്ല. ദേ ഇപ്പൊ ചത്തു മറന്ന് കിടക്കുന്നു. എങ്ങനെയായിരുന്നോ സംഭവം? ആ സ്ത്രീ കത്തി കൊണ്ട് കുത്തുമായിരുന്നു സർ. കത്തി പള്ളക്ക് കയറിയപ്പോ സമാധാനമാണ്. ഈ ജനറേഷനിലെ പിള്ളേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഇതൊക്കെ വന്നപ്പോഴാ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയായി പോയതും. സാറെ, കനകത്തിനെ വിളിക്കുന്നില്ലേ? എന്തിന്? താൻ വിളിച്ച് പറഞ്ഞാൽ മതി. മടുത്തടോ. എണ്ണിച്ചുട്ട അപ്പം പോലെ മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തിലെ കാര്യം നടക്കാതെ വന്നപ്പോ അവരുടെ വലയിൽ വീണു പോയതാ. ഇനി വയ്യ ശാപം മേടിക്കാം. താനെ വിളിച്ച് പറഞ്ഞേക്ക്. ഭാനുമതി വീട്ടിലുണ്ടോ? ഉണ്ട് സർ. അവരുടെ കണ്ണീരിന്റെ ശാപം
ഏത് ഗംഗയിൽ മുങ്ങിയ തീരുവിടോ ഈ ശാപമൊക്കെ? അവരുടെ മകളുടെ കാര്യം കഷ്ടമാണല്ലോ. സർ, നമുക്ക് സെന്റിമെന്റ്സ് ഒന്നും ആകാൻ പറ്റില്ലല്ലോ സർ. അത് നമ്മുടെ പോലീസുകാരുടെ വിധിയാണോ? ഇങ്ങനെയുള്ള പാപങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കേണ്ടി വരും. എന്തായാലും ഞാൻ അങ്ങോട്ടില്ലടോ. താൻ പോയി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. യെസ് സർ.